ನಮಸ್ಕಾರ ಮೈಸೂರು. ಇದು ನಮ್ಮ 2ನೇ ದಿನ ಮೈಸೂರಿನಲ್ಲಿ. ಗುಡ್ ಮಾರ್ನಿಂಗ್ ಗೈಸ್, ದಿಸ್ ಇಸ್ ಡೇ 2 in മൈസൂർ. രാവിലെ തന്നെ എണീച്ച് ഒന്ന് ഫ്രഷായി. ഇനി ഞങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാൻ. നല്ല ഹൈടെക് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഉണ്ട്. ഇനി ഫുഡ് എന്തെല്ലാം ഇല്ലേ നമുക്ക് പോയി നോക്കാം. സോ ഗൈസ്, ദിസ് ഇസ് ജസ്റ്റ് എ സ്റ്റാർട്ടർ. എന്താ കെയറിങ് ഹസ്ബൻഡ്. സോ ഇതാണ് ഞങ്ങളെ മെയിൻ കോഴ്സ്. അവസാനമായിട്ട് ഒരു ഗ്ലാസ് ചായയിൽ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് എൻഡ് ചെയ്യാണ്. ഇത് നല്ല ഉണ്ടല്ലേ. ഇവിടെ നിന്നൊക്കെ കഴിക്കണം നമുക്ക്. ആ കാണുന്നത് ഒരു ഹോസ്പിറ്റലാണ്. നിങ്ങൾ വിശ്വസിക്കോ? ഏത്? അതാണ് ചാമുണ്ഡി ഹിൽസ്. ആൻഡ് വി ആർ പ്ലാനിങ് ടു ഗോ ദേർ. ആ മേലെത്തിയോ? ആ അമ്പലമല്ലല്ലോ, പള്ളിയല്ലേ. അങ്ങനെ മൈസൂരിലെ ഡേ 2 ആണ്. കുളിച്ച് റെഡിയായി, ലേറ്റായി പോയി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ മൈസൂർ കറങ്ങാനാണ് ഞങ്ങൾ പോകുന്നത്. ചാമുണ്ഡി ഹിൽസിലേക്കാണ്. അങ്ങനെ നല്ല അടിപൊളി ഫെസിലിറ്റീസ് അവർ ആക്കിയിട്ടുണ്ട് പാർക്കിങ്ങിന്. ബട്ട് ഇതുവരെ പൈസയൊന്നും മേടിച്ചിട്ടില്ല. അമ്പലത്തിലേക്ക് പോകുന്ന വഴി ഇവിടെ പറ്റിക്കാൻ പറ്റിയ കുറേ ടീംസ് ഉണ്ട്. ചെരുപ്പ് വെക്കാൻ, ഹെൽമെറ്റ് വെക്കാൻ എന്നിട്ട് പൈസ വാങ്ങുന്ന. അങ്ങനെ പോകുന്ന വഴിയിൽ ഫുൾ ചന്തയൊക്കെയാണ്. ഇത് നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ ഗൈസ്. ഇത് ഒരുപാട് അങ്ങനെ ഫീൽ ഉണ്ട്. പക്ഷെ അതിലും അധികം ചന്ത ഉണ്ട് ഇവിടെ. ഇതാണ് അമ്പലം. അങ്ങനെ ഇവിടെ നല്ല തിരക്കാണ്. ഓരോരുത്തർ ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് VIP എൻട്രി വേണോ, ഇത്ര പൈസ കൊടുത്താൽ അവർ ബാഗിൽ തന്നെ ഇങ്ങനെ കയ്യിൽ ചിരടെല്ലാം കെട്ടി കൊടുക്കുന്നുണ്ട്, പൂജയെല്ലാം പറഞ്ഞിട്ട്. ഭാര്യ എന്ത് വലിയ ഒരു ബുദ്ധിയില്ലാത്ത കളിയായിരിക്കും. ഇപ്പോൾ ആരെങ്കിലും വിളിച്ച് അപ്പടങ്ങ് അവരോടി പോകും. ലൈക്ക് കുറേ സ്കാമേഴ്സ് ഉണ്ടാവില്ലേ, അവരെല്ലാം വന്നിട്ട് ഇവളെടുക്ക് ഓരോന്ന് ചോദിക്കുമ്പോൾ അവരോട് തന്നെ പോകാം. പോയി വരുന്ന ആൾക്കാർക്ക് എന്തോ ഭാഗ്യത്തിന് ക്ലൈമറ്റ് ആണ്, അടിപൊളി ക്ലൈമറ്റ്. ഈ സമയത്ത് ഇന്നലെ അതുകൊണ്ടല്ലോ നല്ലത്. കുറച്ച് ചെറുതായിട്ടൊരു ചാറ്റൽമാരുണ്ട്. അങ്ങനെ ഞങ്ങളെ ചെരുപ്പ് തിരിച്ച് കിട്ടി, ഹെൽമെറ്റും എല്ലാം ഉണ്ട്. പാർക്കിങ്ങിന് പൈസ ഉണ്ട്, 10 റുപ്യ മോട്ടോർ സൈക്കിൾ ആൻഡ് കാറിന് 40 റുപ്യ. അപ്പോൾ ഞങ്ങൾ ചാമുണ്ഡി ഹിൽസ് നിന്ന് ഇറങ്ങി തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഈ റൂമിൽ ഈ ബാക്കി 2 സാധനങ്ങൾ അവിടെ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് വീണ്ടും ഇറങ്ങി എക്സ്പ്ലോറിങ്. റൂമിലേക്ക് പോകേണ്ട പ്ലാൻ നമ്മൾ മാറ്റി. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പഴയൊരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ പേര്, ഹനുമന്ത എന്നൊരു ഹോട്ടലിലേക്കാണ് വന്നത്. ഒരു കുന്ത അറിയാണ്ട് വന്നൊരു ഹോട്ടലാണ് ഗൈസ് ഇത്. നമ്മൾ മട്ടൻ ഇതാണ് പോലെ ഇവിടുത്തെ സ്റ്റാർട്ടർ ഫ്രൈ. അതെന്നാ മട്ടൻ പുലാവ്. ഇവിടുത്തെ ചിക്കൻ പുലാവ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത കണ്ടെന്താ വെച്ചാൽ ഈ ഒരു ഇലയിലാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. ഞാൻ 670 എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിട്ടില്ല. കാരണം ഒന്നാമത് ഇവിടെ ഫുള്ള് കന്നഡയിൽ എഴുതിയത് ഇതെല്ലാം മെനുവല്ലോ. പിന്നെ ചോദിച്ചപ്പോൾ പിന്നെ ഭയങ്കര തിരക്ക് കൂടാ. ഇപ്പം കുറച്ചൊന്ന് കാലിയായി. അപ്പം പിന്നെ ഡയറക്റ്റ് ഓർഡർ ആക്കി. പിന്നെ ചിക്കൻ ഫ്രൈ ഞാൻ വെച്ച് ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ മാത്രമൊന്നും അത്ര പോരാ. പുലാവെല്ലാം അടിപൊളി ഉണ്ടായി. ടേസ്റ്റ് പ്രൈസ് കുറച്ച് അധികമാണ്. പക്ഷേ എങ്കിൽ ഇവിടുത്തെ ഈ ഒരു ഹൈപ്പ് അതിന് പ്രൈസ് ഉണ്ട്. കാരണം കുറേ ഫിലിം ആക്ടേഴ്സ് എല്ലാം വന്ന് ഇവിടെ കഴിച്ച് അങ്ങനത്തെ ഒരു ഹൈപ്പ് ഉണ്ട് ഈ ഹോട്ടലിൽ. അതുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ പേരാണ് ഹനുമന്തു ദേവി മെസ്. ഹനുമന്തു ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് വായിച്ചിട്ട് മനസ്സിലായത്. അപ്പോൾ ചെറുതായിട്ടൊരു മഴ ഉണ്ടായി. അതിന് കുറച്ചേരം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ പോലെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇനി റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം പുറത്തു പോകാൻ വിചാരിച്ചു. ഇതാണ് ഇവിടുത്തെ സ്നോ പാലസ്. ഇതെല്ലാം ദസറേൻ്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ ഫുൾ ടൈം ഇവിടെ ഉണ്ടോ? ഫുൾ ടൈമാ? അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഇന്നത്തെ ഡിന്നർ അതേ ഹോട്ടലിൽ നിന്നാണ്. ഇവിടുത്തെ ദോശ ഫേമസ് ആണെന്നാണ് കേട്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കഴിച്ചു നോക്കാം. ആക്ച്വലി കുറച്ച് മുമ്പ് ഇത് പഴയ ഹോട്ടലായിരുന്നു. അങ്ങനെ ഞങ്ങൾ യൂട്യൂബിൽ കണ്ടേ. ബട്ട് ഇപ്പോൾ ഇത് റിനോവേഷനൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ചോദിക്കലും പറയാലോ ഒന്നുമില്ല, അങ്ങ് ദോശ കൊണ്ട് തന്നെ ഇടൽ തന്നെ മാത്രമാണ്. ഇന്നത്തെ ഡിന്നർ ഇതാണ്. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ബെണ്ണ ദോശ.
അങ്ങനെ ഞങ്ങൾ 4 മസാല ദോശ കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫേമസ് ആയ പെണ്ണെ ദോശ ഫ്രം മൈലാരി ഹോട്ടലിൽ കഴിച്ച് ഇപ്പം നമ്മൾ പോകുന്നത് മൈസൂരിൽ തന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കിയ മൈസൂർ പാക്ക് ഉണ്ടാക്കിയ ആ സ്വീറ്റ്സിൻ്റെ കടയിലേക്കാണ്. ഇവിടെ മൈസൂർ പാക്ക് വാങ്ങാനും ക്യൂ ആണ്. ഇവിടെയാണ് ആദ്യമായിട്ട് മൈസൂർ പാക്ക് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങളും ഈ മൈസൂർ പാക്ക് ട്രൈ ചെയ്യാൻ പോവാണ്. ഇങ്ങനെ നെയ്യാണ് ഫുള്ളും നെയ്യ് ഗൈസ്, മൊത്തം നെയ്യില്ലേ, പ്യോർ നെയ്യിൻ്റെ ടേസ്റ്റാണ്. നെയ്യ് പ്യോറാണോ അറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ മൈസൂറിൻ്റെ എക്സിബിഷൻ ജസ്റ്റ് ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ച്. പിന്നെ കാണുന്ന ഈ മുന്നിൽ കാണുന്ന ബിൽഡിംഗ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതെങ്കിലും പാലസിൻ്റെ എൻട്രി ആണ്, പക്ഷേ ഇത് ഇവിടുത്തെ എക്സിബിഷൻ്റെ എൻട്രി ആണ്. ഇവിടെ നല്ല ഡെവലപ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഷോപ്സാണ്. ഷോപ്സിന് നിങ്ങൾ എന്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത്. ഈ വണ്ടിയൊക്കെ പണ്ടത്തെ വിൻറ്റേജ് വണ്ടികളില്ലേ. നമ്മളീ ചുറ്റുള്ള ആൾക്കാരില്ലേ, ചുറ്റുള്ള ആൾക്കാർ നോക്കുന്നത് എന്താ പറയുക, ഇതിൽ 2 പെണ്ണുങ്ങളുണ്ട്, അവരവസ്ഥ നോക്കുന്ന. 10 മണിക്ക് ക്ലോസ് ആവുമെന്ന് പറഞ്ഞ കറക്റ്റാണ്. കാരണം ലൈറ്റൊക്കെ അവർ ഓഫാക്കി, കറക്റ്റ് ഷോപ്പ് തന്നെ ഓഫാക്കി. ഇപ്പോൾ 10:20 മൈസൂരിലുള്ള ഡേ 2 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.